കോൺഗ്രസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുവരെ അവർക്ക് മറുപടി പറയാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഈ തെരഞ്ഞെടുപ്പിനോട് അടുക്കുന്ന ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ട ചോദ്യം വയനാട് ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ടാണ്. ആവർത്തിച്ച് ചോദിച്ചിട്ടും എന്തുകൊണ്ടായിരിക്കും കോൺഗ്രസിന് ആ വിഷയത്തിൽ മറുപടി പറയാൻ സാധിക്കാത്തത്? ആ ഫണ്ടിന്റെ കണക്കില്ല, അല്ലെങ്കിൽ ആ ഫണ്ടിൽ മറ്റെന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാകും. അതിലൊരു തർക്കവുമില്ല. അല്ലെങ്കിൽ ഉറപ്പായും ഏറ്റവും ഒടുവിലത്തെ സാഹചര്യത്തിലെങ്കിലും ആ കണക്കുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കോൺഗ്രസ് പുറത്തുവിടേണ്ടതായിരുന്നു. ഇപ്പോൾ നോക്കൂ, കോൺഗ്രസ് ആദ്യം പിരിവ് നടത്തുന്നുണ്ട്. CMDRFിലേക്ക് സംഭാവന നൽകരുത് എന്നവർ ആഹ്വാനം ചെയ്യുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ സ്വന്തമായി ഫണ്ട് പിരിക്കുകയും വീട് വെച്ച് കൊടുക്കാമെന്ന് പറയുകയും ഒക്കെ ചെയ്യുന്നത്. ഈ പറഞ്ഞ നിലയിൽ സമയബന്ധിതമായ വീടുകളുടെ നിർമ്മാണം പൂർത്തിയായി എന്ന് കരുതുക. ആരെങ്കിലും ഈ ചോദ്യം കോൺഗ്രസിനോട് ചോദിക്കുമോ? ഉറപ്പായും ചോദിക്കില്ല. ഇവിടെ ആദ്യഘട്ടത്തിൽ തന്നെ സർക്കാർ സ്ഥലം നൽകും എന്ന് തെറ്റായ പ്രചാരണം നടത്തി അത് നീട്ടി കൊണ്ടുപോയി. ഏറ്റവും ഒടുവിൽ സ്ഥലം വാങ്ങിയെന്ന് പറഞ്ഞു. ആ സ്ഥലത്ത് കല്ലിട്ടു. ആ ഇട്ട കല്ലിന്റെ മേളിൽ ഒരു കല്ല് പോലും കൂടുതൽ വീണിട്ടില്ല. അവിടെയാണ് വീണ്ടും ഇത് വളരെ ചർച്ചയാകുകയും ഈ ചോദ്യങ്ങൾ കോൺഗ്രസിനോട് ആവർത്തിച്ച് ചോദിക്കുകയും ചെയ്തത്. പ്രജിൻ, ഈ കണക്കുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ കയ്യിൽ ഇതിനൊരു വ്യക്തതയുമില്ല എന്ന് തെളിയിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രതികരണമുണ്ട്. അത് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റേതാണ്. അദ്ദേഹം ആദ്യം പറയുന്നത് 3 കോടി രൂപയ്ക്ക് സ്ഥലം വാങ്ങി എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഇന്നലെ അദ്ദേഹം പറയുകയാണ് 5 കോടി രൂപയ്ക്ക് സ്ഥലം വാങ്ങി എന്ന് പറയുകയാണ്. എവിടെയാണ് അപ്പോൾ ആ 2 കോടിയുടെ ഡിഫറൻസ് എവിടെയാണ് വരുന്നത്? KPCC അധ്യക്ഷന്റെ പേരിലാണ് ആ പ്രമാണം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അറിയില്ലേ എത്ര കോടിക്കാണ് പണം വാങ്ങിയതെന്ന്? 2 കോടിയുടെ കണക്കൊക്കെ ഒരു 2 ദിവസത്തെ വ്യത്യാസത്തിൽ വെറുതെ അങ്ങ് ഉണ്ടാകുകയാണ്. ഹാഷ്മി ഈ വയനാട് ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ നമ്മുടെ ഒരു ചർച്ചയിൽ ആധികാരികമായ ഒരു വിവരം പറഞ്ഞിരുന്നു. അപ്പോൾ എന്റെ സഹപ്രവർത്തകൻ പറഞ്ഞ ആ വിവരത്തെ നിലവിൽ വ്യക്തതയില്ലാതെ കോൺഗ്രസ് നേതാക്കൾ പറയുന്ന കണക്കിനേക്കാളും ഞാൻ മുഖവിലേക്ക് എടുക്കുകയാണ്. അപ്പോൾ ഹാഷ്മി പറഞ്ഞ ആ കണക്കുകൾ പ്രകാരം അന്ന് കോൺഗ്രസ് ആകെ പിരിച്ച കണക്കായി വന്നത് 5,38,21,632 രൂപയായിരുന്നു. അങ്ങനെയാണെങ്കിൽ തന്നെ നോക്കൂ, 5 കോടി പിരിച്ചു എന്നുള്ളത് ഓഡിറ്ററുമായി ബന്ധപ്പെട്ട് ഹാഷ്മി പറഞ്ഞ ആ കണക്കാണെങ്കിൽ അതേ 5 കോടി മുടക്കി സ്ഥലം വാങ്ങിയതുള്ളതാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറയുന്നത്. ഒപ്പം തന്നെ ഹാഷ്മി അന്ന് പറഞ്ഞ ഈ ആപ്പിന്റെ മെയിൻ്റനൻസിന് അടക്കം കൊടുത്ത തുകയുണ്ട്. അത് ഏകദേശം 10 ലക്ഷം രൂപയോളം വരും. അപ്പോൾ ആ തുക എവിടെ പോയി? ആ തുക ഏത് കണക്കിലാണ് വരുന്നത്? അപ്പോൾ ഇവരുടെ കയ്യിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു കണക്കുമില്ല എന്നുള്ളതാണ് വസ്തുത. മാത്രമല്ല 6 മാസത്തിനുള്ളിൽ വീട് പൂർത്തീകരിച്ചു കൊടുക്കുമെന്ന് പറയുന്നു. ഇതുവരെ നിർമ്മാണത്തിനുള്ള അപേക്ഷ പോലും കൊടുക്കാത്ത ഭൂമിയിൽ എങ്ങനെ 6 മാസത്തിനകം ഈ വീട് പൂർത്തീകരിച്ചു കൊടുക്കുമെന്നുള്ള അടുത്ത ചോദ്യം കൂടിയുണ്ട്. ഇനി വാങ്ങിയ സ്ഥലം ഏതാണ്? അത് ആനത്താരിയാണെന്നുള്ള ആക്ഷേപം അത് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസ് ആദ്യം ചെയ്യേണ്ടത്, ഇപ്പോൾ ഇട്ട കല്ലുണ്ടല്ലോ, അതിന് മുകളിൽ ഒരു കല്ലിടുന്നതിന് മുൻപ് ആ സ്ഥലത്തിന് ചുറ്റും ഒരു ഫെൻസിങ് ചെയ്യണം. അതാണ് കോൺഗ്രസ് ആദ്യം ചെയ്യേണ്ടത്. അവിടെ മനുഷ്യരെ പാർപ്പിക്കണമെന്ന താല്പര്യം അവർക്കുണ്ടെങ്കിൽ. ഇനി സർക്കാരിന്റെ വീടുമായി ബന്ധപ്പെട്ട ചോദ്യം. സർക്കാർ ഉദ്ഘാടനം നടത്തി, അല്ലെങ്കിൽ ആ ടൗൺഷിപ്പിന്റെ താക്കോൽദാനം നടത്തി എന്നുള്ളത് ശരിയാണ്. അത് നടത്തുന്ന ഘട്ടത്തിലും പറഞ്ഞിരുന്നു ഏപ്രിൽ അവസാനത്തോടു കൂടി താമസയോഗ്യമാകുന്ന നിലയിലേക്ക് മാത്രമാണ് ആ വീടുകൾ കൈമാറുക എന്നുള്ളത് പറഞ്ഞിരുന്നു. ഇപ്പോഴും ആ പറഞ്ഞ സമയമായിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ഈ കോൺഗ്രസുമായി ബന്ധപ്പെട്ട വിഷയം ഉയർന്നു വരുമ്പോൾ അവരാണ് മറുചോദ്യമായി ഇത് ഉയർത്തിയത്. സർക്കാരിന്റെ വീട്ടിൽ ഇതുവരെ താമസമായിട്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോഴാണ് മാധ്യമങ്ങൾ അവിടേക്ക് പോകുന്നത്. പക്ഷെ അപ്പോഴും നമ്മൾ മറന്നുപോകുന്ന യാഥാർത്ഥ്യം എന്താണ്? ഏപ്രിൽ അവസാനം എന്നുള്ളതാണ് പറഞ്ഞത്. പ്രജൻ, ഇപ്പോഴും ആ ദുരന്തബാധിതരായ മനുഷ്യരുടെ പ്രതികരണം കേട്ടു നോക്കൂ. അവർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് അവിടേക്ക് താമസം മാറാനാണ് താല്പര്യം, അത് ഞങ്ങളുടെ താല്പര്യമാണ്, ഞങ്ങളാണത് പറയുന്നത് എന്ന് ഇപ്പോഴും അവർ പറയുന്നുണ്ട്. അവർക്കൊരു പരാതിയുമില്ല. ഇനി സർക്കാർ അവരെ വഴിയാധാരമാക്കി എന്നുള്ള നിലയിൽ ഈ പ്രതികരണങ്ങൾ വരുമ്പോൾ ഇപ്പോഴും അവരുടെ വീടിന്റെ വാടക കൊടുക്കുന്നത് സർക്കാരാണ്. എല്ലാ മാസവും അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നുണ്ട്. എന്നാണോ അവർക്ക് ആ വീടുകളിലേക്ക് താമസം മാറാൻ സാധിക്കുന്നത്, അന്ന് വരെ സർക്കാരിന്റെ ചെലവിലാണ് അവർ താമസിക്കുന്നത്, അവർ ജീവിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇനി ഇതിനൊക്കെ അപ്പുറം ഈ വീടിന്റെ താക്കോൽദാനം കൈമാറിയതിന് ശേഷവും 1 ലക്ഷം രൂപ വീതം എല്ലാ കുടുംബങ്ങൾക്കും നൽകുന്നുണ്ട് ആ വീട്ടിലേക്ക് ആവശ്യമായ ഫർണിച്ചർ വാങ്ങാൻ. ഇതൊന്നും സർക്കാരിന്റെ ഔദാര്യം എന്നുള്ള മട്ടിലല്ല പറയുന്നത്. നമ്മളെല്ലാവരും ഉൾപ്പെടെയുള്ള സമൂഹം കൊടുത്ത തുക തന്നെയാണ്. ഇനി ആ തുകയുടെ കാര്യത്തിൽ എന്താണ് കാര്യക്കുറവുള്ളത്? CMDRFിലേക്ക് സംഭാവന ചെയ്ത തുകയാണത്. അത് ഓഡിറ്റബിൾ ആണ്. അത് പബ്ലിക്കിന്റെ മുന്നിലുള്ള കണക്കുകളുമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.